MLA ആയാൽ അവൻ പെൻഷൻ വാങ്ങുന്നു, MP ആയാൽ ആ പെൻഷൻ വാങ്ങുന്നു, മന്ത്രി ആയാൽ ആ പെൻഷൻ, 3 പെൻഷൻ അവർ വാങ്ങിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെൻഷൻ തരാൻ ഒരു സർക്കാർ എല്ലാ ഓണത്തിനും SNPSCക്കാർ തരുന്ന കിറ്റാണ് ഞങ്ങളുടെ ഓണത്തിൻ്റെ പട്ടിണി മാറ്റുന്നത്. ആ ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ ഈ വേദന ഞങ്ങൾ ആരോടാ പറയേണ്ടത്? 1978 നവംബർ 14 ബാലവാടി ടീച്ചറായി ജോലി ചെയ്ത് അന്ന് മുതൽ സമരം ചെയ്ത് 1985 അംഗൻവാടി കൊണ്ടുവന്നപ്പം ബാലവാടിക്കാരെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞ് അന്ന് സമരം ചെയ്ത് കമല മിനിസ്റ്ററുള്ള സമയത്ത് മെർജ് ചെയ്ത് 1985 അംഗൻവാടിയായി. അങ്ങനെ 25 രൂപയാണ് 78 ശമ്പളമല്ല, മഹിളാ സമാജം സെക്രട്ടറിക്ക് കൊടുക്കുന്ന ആ ഒരു ഓണറേറിയം മാത്രമാണ് അന്ന് കിട്ടിയത്. വീണ്ടും അംഗൻവാടി ഓണറേറിയമായി. 1996 ഞങ്ങൾ PSC ബാലസേവിക ട്രെയിനിങ്ങും 10 കൊല്ലത്തെ അംഗൻവാടി സർവീസ് ഉള്ളവർക്ക് PSC ജനറൽ PSC ചെയ്തായിരുന്നു. 1996 PSC എഴുതി. എന്നിട്ട് 2000 ഇൻ്റർവ്യൂ വരുന്നത്. 2000 ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ പല കോൺട്രാക്ടേഴ്സിന് ഒരു ബിരുദവും ഇല്ലാത്ത ആളുകളെയൊക്കെ തന്നെ അന്നത്തെ സർക്കാർ PSC അല്ല പിന്നെ കോൺട്രാക്റ്റായിട്ട് സൂപ്പർവൈസറായിട്ട് എടുത്തപ്പോൾ നമ്മൾ കേസ് കൊടുത്ത് 2005 PSC കോൺട്രാക്റ്റായിട്ട് നമ്മൾ ICDS സൂപ്പർവൈസറായിട്ട് തളിപ്പറമ്പിൽ ജോയിൻ ചെയ്തു. അന്ന് മുതൽ നമ്മൾ കോൺട്രാക്റ്റാണ്. അതിനുശേഷം നമ്മളിങ്ങനെ കോടതി മുഖാന്തരം അല്ലാതെയൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 2013 NPS വന്ന ആ 2013 മെയ് 3-5-2013 ഞാൻ സ്ഥിരപ്പെടുന്നത്. പിന്നെ 2019 പിന്നെ കുറച്ച് 6 വർഷത്തെ സർവീസേ ഉള്ളൂ. 2019 വിരമിക്കുമ്പോൾ നമ്മുടെ 60% നമുക്ക് തന്ന് 40% അവിടെ ഇട്ടിട്ട് അത് നിർബന്ധമാണെന്നാണ്. നമ്മളിങ്ങോട്ട് ചോദിച്ചാൽ അത് കിട്ടില്ല, അത് സർക്കാർ ഉദ്യോഗം. എന്നിട്ട് നമ്മൾ വീണ്ടും സമരം ചെയ്യും. നമുക്കൊരു ആനുകൂല്യമില്ല. ഓണത്തിന് നമ്മൾ ആദ്യമായിട്ട് 2019 കഴിഞ്ഞിട്ട് ഒരു ഓണം വന്നപ്പോൾ നമുക്ക് SNPCCK സംഘടന നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന കിറ്റ് കൊണ്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഓണം നടത്തേണ്ടി വന്നത്. 19,000 രൂപയോളം കയ്യിൽ വാങ്ങിയ നമ്മൾ 1 രൂപയില്ലാത്തൊരവസ്ഥയിൽ നമ്മളെ 40% അവിടെ ഇട്ടിട്ട് 500, നമ്മളെ കൂടെ തന്നെ ഭിന്നശേഷിക്കാരുണ്ട്, 400 രൂപ വാങ്ങുക. അദ്ദേഹം കൂലിപ്പണി എടുത്തിട്ട് ആ വീട്ടിലേക്ക് അരി വാങ്ങുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ തന്നെ ജീവിക്കാൻ വേണ്ടി ഒരുപാട് പണിയെടുത്ത് രാത്രിയിലാണ് നമ്മൾ ICDS സൂപ്പർവൈസർമാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലികൾ, വിധവാ പെൻഷൻ തുടങ്ങി ഭിന്നശേഷിക്കാരെ സ്കോളർഷിപ്പ് ഇതെല്ലാം പറഞ്ഞ് നമ്മളെല്ലാം 12 മണിക്കാണ് നമുക്ക് ചിലപ്പോൾ നെറ്റ് കിട്ടുക. അന്നേരമാണ് നമ്മളിതെല്ലാം അടിച്ചു കൊടുത്ത് സർക്കാരിനെ സേവിക്കുക. അന്ന് മുതൽ 24 മണിക്കൂർ നമ്മൾ മറ്റൊരു ജോലിക്ക് പോകുന്നില്ല. ഈ NPSകാരന് ഒരു കടയിൽ പോയാൽ OPSകാരന് അരി വാങ്ങുമ്പോൾ NPSകാരൻ്റെ കാർഡ് കാണിച്ചു കൊടുത്താൽ 1 കിലോ അരി കിട്ടില്ല. ഒരു 900 അല്ലെ 1000 ചോട പെൻഷനുള്ള ഒരാൾ എങ്ങനെ മരുന്ന് വാങ്ങും, എങ്ങനെ അരി വാങ്ങും? NPSകാരനായിട്ട് ഈ NPSൻ്റെ കാർഡ് കാണിച്ചാൽ എവിടുന്നെങ്കിലും ഞങ്ങൾക്ക് പലചരക്ക് കടയെന്നോ പച്ചക്കറി കടയെന്നോ വേറെ ഏതെങ്കിലും ഒരു കടയെന്നോ മരുന്നിന് പോയാലോ? OPSകാരൻ വാങ്ങുന്ന ഞങ്ങളെ കൂടെയുള്ള ആളുകൾ 20,000 മുകളിൽ OPS പെൻഷൻ വാങ്ങുന്ന DCRG കിട്ടി. ഈ കേരളം മാത്രമാണ് DCRG പോലും കൊടുക്കാത്തത്. എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ വീട്ടിൽ ചെല്ലുമ്പോൾ കൈമലർത്തി ഇന്ന് വരെ സാമൂഹ്യ സേവനം ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ മക്കൾ നിങ്ങൾ എന്ത് കൊണ്ടുവന്ന അമ്മയെന്ന് ചോദിക്കുമ്പോൾ കൈ മലർത്തി കാണിക്കാനല്ലാതെ കഴിയുന്നത്. എല്ലാ ഓണത്തിനും SNPSCക്കാർ തരുന്ന കിറ്റാണ് ഞങ്ങളുടെ ഓണത്തിൻ്റെ പട്ടിണി മാറ്റുന്നത്. ആ ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ ഈ വേദന ഞങ്ങൾ ആരോടാ പറയേണ്ടത്? ഇടത് സർക്കാർ വന്നപ്പോൾ നമ്മൾ വിചാരിച്ച് ഇവർ തീർച്ചയായിട്ടും തൊഴിലാളി വർഗ്ഗമാണ്, ഇത് പിൻവലിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പിൻവലിക്കുന്നു. ഏതായാലും ഉമ്മൻചാണ്ടി സാറ് കൊണ്ടുവന്ന ഒരു സാധനം അതൊരു പരീക്ഷണം എന്നാണ് പറഞ്ഞത്. ഈ പരീക്ഷണം പോയത് ഇവർ പരീക്ഷ പഠിക്കുക. 2018 റിപ്പോർട്ട് വന്നിട്ട് പോലും 2023 ഇവരുടെ സംഘടന തന്നെ CPIക്കാർ കൊടുത്തപ്പാണ് ഇതൊന്ന് മേശപ്പുറത്ത് വെച്ചത്. ഇത്രയും കാലം നമ്മളെ നായും ഷായും വരപ്പിച്ചുകൊണ്ട് നമുക്കറിയാം ഓരോ സർക്കാരും വോട്ടാണ് തീർച്ചയായിട്ടും ലക്ഷങ്ങൾ കോടികളാണ് വിലമതിക്കുന്ന വോട്ടെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷന് തീർച്ചയായിട്ടും ഞങ്ങളുടെ SNPSCK എല്ലാ സംഘടനയിലെ പെൻഷൻകാരും വോട്ട് നിരസ്കരിക്കാൻ, പഞ്ചായത്ത് ഇലക്ഷനായാലും നിയമസഭാ ഇലക്ഷനായാലും ഞങ്ങൾ അത് തിരസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും നമ്മളെ കുടുംബത്തിന് എന്തെങ്കിലും 1 രൂപ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ സർവീസിൽ നിന്ന് വിരമിച്ച് നമ്മൾ വീട്ടിലേക്ക്, അതോ മരിച്ചവർക്കെല്ലാം 100% കൊടുത്ത്. നമ്മുടെ വയനാട്ടിലൊരു മോളി ഉണ്ടായിരുന്നു, മോളി സെബാസ്റ്റ്യൻ. അവർ മരിച്ചപ്പോൾ അവരെ ഭർത്താവ് എന്നെ വിളിച്ചു പറയുക 30% മാത്രമാണ് കൊടുക്കുന്നത്. കൊല്ലത്തൊരു പോലീസുകാരനാണ് ആദ്യമായിട്ട് NPS നമ്മൾ വന്നതിന് ശേഷം മരിച്ച് 1 രൂപ പോലും കിട്ടുമോ, ജോലി കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. എത്ര കുടുംബങ്ങൾ ഇന്ന് SNPSCK സംഘടനയാണ് പുതുപ്പാടിയിൽ നിന്ന് മരിച്ച ആ സംഘടനാ നേതാവിൻ്റെ വീട്ടിൽ 25,000 രൂപ കൊണ്ട് കൊടുത്ത് ഇന്ന് ഇവരാണ് നമ്മളെ പോറ്റി വളർത്തുന്നത്. ഈ SNPSCK
ആ സംഘടനക്കാരാണ് ഞങ്ങളെയും കൂടി ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയാണ് നമ്മുടെ സമൂഹത്തിൽ. തീർച്ചയായിട്ടും രാഷ്ട്രീയമാണ്, രാഷ്ട്ര സേവനമാണ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എന്തൊരു രാഷ്ട്രീയമാണ് ഈ അധപ്പതിച്ച കേരളത്തിൽ. നമുക്കറിയാം, സാക്ഷര കേരളം സുന്ദര കേരളം എന്ന് ഉച്ചസ്ഥരം നമ്മൾ ഉദ്ഘോഷിച്ചു. എന്നിട്ട് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ മനുഷ്യൻ PSC എഴുതി കഷ്ടപ്പെട്ട് PSC എഴുതി പരീക്ഷ എഴുതിയിട്ട് നമുക്ക് കിട്ടിയ ഒരു PSC പരീക്ഷയിൽ നിന്ന് കിട്ടിയ ഇന്നത്തെ പോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ ഏതെങ്കിലും സംഘടനയിൽപ്പെട്ട് ഇവിടെ അറിയാം MLA MP ഇവരുടെയൊക്കെ ആളുകൾ പേഴ്സണൽ സ്റ്റാഫിന് 2 വർഷം ഒരു ദിവസമുള്ളവന് 3000 രൂപ പെൻഷൻ കൊടുക്കുക. ഒരു PSC അവനെ എഴുതിയിട്ടില്ല. നമുക്കറിയാം, ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ തോളിൽ കൈയിട്ട് നടന്നവനാണ് ഇത്രയും വാങ്ങുന്നത്. MLA ആയാൽ അവൻ പെൻഷൻ വാങ്ങുന്നു, MP ആയാൽ ആ പെൻഷൻ വാങ്ങുന്നു, മന്ത്രി ആയാൽ ആ പെൻഷൻ, 3 പെൻഷൻ അവർ വാങ്ങിക്കുന്നു. എന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെൻഷൻ തരാൻ ഒരു സർക്കാർ എന്തെങ്കിലും നമുക്കറിയോ? ഈ റേഷൻ കാർഡും കൊണ്ട് നടന്ന് നമ്മുടെ ഉയർന്ന റേഷൻ കാർഡല്ലേ, വെളുത്ത റേഷൻ കാർഡും കൊണ്ട് ഇത് മാറ്റാൻ വേണ്ടി തൂണേരി ICDSൽ പോയി നമ്മളിതെല്ലാം കൊണ്ട് നടന്ന് കോഴിക്കോട് അവിടെ ചെന്ന് സപ്ലൈ ഓഫീസിൽ ചെന്നപ്പോൾ ഇയാൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. എന്നിട്ട് വരുമാനം കുറച്ച് തന്നിട്ട് പുറത്തെഴുതി വെച്ച് സർവീസ് പെൻഷൻ. നമുക്ക് എന്തെങ്കിലും സാധനം കിട്ടുമോ? 2 കിലോ അരിയാണ് നമ്മളെ വീട്ടിൽ കിട്ടുന്നത് ഒരു മാസം, 2 കിലോ അരി. ഇതുകൊണ്ട് 4 ആളുള്ള വീട്ടിൽ എങ്ങനെ ജീവിക്കും? ഇതൊന്നും ചിന്തിക്കാനുള്ള തലയിലൊരു മൂളല്ലാത്ത സർക്കാരിനെ നമ്മൾ എന്തിനാണ് ഇവിടെ തീറ്റിപ്പോറ്റി വളർത്തുന്നതെന്നാണ് ചോദിക്കുന്നത്. എത്ര ആൾ ഇടതും നടുവും മലതും എല്ലാം മുടിച്ച് ഭരിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു, ഇവിടെ എന്തെല്ലാം ആഘോഷങ്ങൾ നടത്തുന്നു. ഞങ്ങൾ ചോദിക്കുന്നത് ഒരു നേരത്തെ കഞ്ഞി വെക്കാൻ, ഒരു നേരം മരുന്നിന് വേണ്ടി, അത് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ആരും ഭരിക്കുന്നതിനോ ഞങ്ങൾക്ക് യാതൊരു രാഷ്ട്രീയ പാർട്ടിനോ ഞങ്ങൾക്ക് ഒരു എതിർപ്പില്ല. പക്ഷേ നമ്മളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കൈമലർത്തി കയറി ചെല്ലേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ പിച്ചച്ചട്ടിയിൽ നാളെ ഞാൻ ലോട്ടറി വിൽക്കാനും അല്ലെങ്കിൽ ഇവിടെ ഇറക്കാൻ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ആക്കിയത്. ഇതിനുള്ള 140 എണ്ണം ഇരിക്കുന്നില്ലേ, എല്ലാത്തിൻ്റെ തലയിൽ ഇടുത്തി വീണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും നമ്മൾ രാഷ്ട്രത്തിനെ സ്നേഹിച്ച് നമ്മൾ ചെയ്ത് ഈ രാജ്യത്തിന് വേണ്ടി ഈ നാട്ടുകാർക്ക് വേണ്ടി സേവനം ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വെറും ഒരു 500 താഴെയുള്ള രൂപയാണ്. എങ്ങനെ ജീവിക്കും? നിങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നവരാണല്ലോ, അവരെല്ലാവരും NPS എല്ലാവരും ചോദിക്കുക, നിങ്ങളെന്ത് സമരത്തിന് പോവുക? ICDS സൂപ്പർവൈസറായി വലിയ കസാരയിലിരുന്നു. എൻ്റെ താഴെയുള്ള ജീവനക്കാർ, അംഗൻവാടിക്കാർക്ക് കിട്ടുന്ന വർക്കർമാർക്ക് 2500 രൂപ, അതുപോലെ ഹെൽപ്പർമാർക്ക് 1500 രൂപ കിട്ടുന്നുണ്ട്. വർക്കർമാരെ പൈസ വർദ്ധിപ്പിക്കുന്നു, നമുക്ക് യാതൊന്നുമില്ല. ഒരു ആനിറ്റി എന്ന് പറഞ്ഞ പേരിൽ ഇതൊട്ട് വർദ്ധിപ്പിക്കുകയല്ല, വേറൊരു സാധനമില്ല. ആരോടും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മളെ തെരുവിലേക്ക് ഇറക്കിക്കൊണ്ട് ഏത് സർക്കാരായാലും തീർച്ചയായിട്ടും അവർക്കൊരിക്കലും ഈ ജനത ഈ നാട്ടിൽ അവർക്ക് രക്ഷയുണ്ടാവില്ല. തീർച്ചയായിട്ടും അവർക്ക് ദൈവമെങ്കിലും അവരോട് മറുപടി ചോദിക്കും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരുപാട് പൈസയൊന്നും വേണ്ട. ഇന്ന് വിരമിച്ച പെൻഷൻകാർ അവരുടെ DA വർദ്ധിപ്പിച്ചായിട്ട് അവർക്ക് മുൻകാല പ്രാബല്യം, അവർ ഒരുപാട് എണ്ണത്തിന് സമരം ചെയ്യുന്നു. ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന്, ഒരു നേരത്തെ മരുന്നിന് വേണ്ടി മാത്രമാണ് നമ്മൾ പൈസ ചോദിക്കുന്നത്, വേറൊരു കാര്യം ചോദിക്കുന്നത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഞങ്ങളിങ്ങനെ തെരുവിലിറക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകണം? അതാണ് ഞങ്ങൾക്ക് സർക്കാർ മറുപടി നൽകേണ്ടത്.